പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ മുഴുവനും രാജ്യതലസ്ഥാനത്തടക്കം വലിയ പ്രക്ഷോഭങ്ങൾ നടത്തുന്നുണ്ട്. അവർക്ക് നേരിടേണ്ടി വരുന്നത് എന്താണ്? അവർക്ക് നേരിടേണ്ടി വരുന്നത് പോലീസിന്റെ അതിക്രമമാണ്. വിദ്യാർത്ഥികൾ അവരുടെ ന്യായമായ ആവശ്യത്തിന് പ്രതികരിക്കേണ്ട, പ്രതിഷേധിക്കേണ്ട, സമരമിരിക്കേണ്ട, മുദ്രാവാക്യം വിളിക്കേണ്ട ഏറ്റവും ന്യായമായ ആവശ്യത്തിന് വേണ്ടിയാണ് തെരുവിലിറങ്ങി നിൽക്കുന്നത്. അങ്ങനെയല്ലാതെ ഒരു രാജ്യത്തിന്റെ യുവത എങ്ങനെ പ്രതികരിക്കണം എന്നാണ് അധികാരികൾ വിചാരിക്കുന്നത്? മാധു, ഞാൻ ഇവിടെ തുടക്കം മുതൽ പറയാൻ ശ്രമിച്ചതും രാജ്യത്തെ വിദ്യാഭ്യാസത്തെ ഇവർ കച്ചവടവൽക്കരിക്കുകയാണ് BJP ഗവൺമെൻറ്. ആ കച്ചവടവൽക്കരിക്കുന്നതോടൊപ്പം തന്നെ ഇവർ ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, വർഗീയവൽക്കരിക്കുന്നുണ്ട്. രാജ്യത്തെ മതനിരപേക്ഷത ഇല്ലാതെയാക്കാൻ വിദ്യാഭ്യാസത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുകൂടി ഇവർ ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ ക്യാൻസൽ ചെയ്ത നെറ്റ് എക്സാമിൻ്റെ ചോദ്യപേപ്പറുകളിൽ വന്ന ചോദ്യത്തെക്കുറിച്ചും വലിയ ആക്ഷേപമുണ്ട്, ചോദ്യങ്ങളെക്കുറിച്ച്. അതിലെല്ലാം സംഘപരിവാരത്തിൻ്റെ താല്പര്യങ്ങൾ കടന്നുകൂടിയത് നമ്മൾ കണ്ടു. അതോടൊപ്പം കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളാണ് ഇവിടെയൊക്കെ നടന്നത്. ഇപ്പോൾ BJP പ്രതിനിധി പറയുന്നത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്നാ. ഇത് ഇദ്ദേഹത്തിൻ്റെ വാക്കല്ല, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കാ. എങ്ങനെ ഇങ്ങനെ പറയാൻ സാധിക്കുന്നത്? ഈ ലക്ഷക്കണക്കിന് കുട്ടികൾ, മാധു, എനിക്കറിയാം, ഞങ്ങൾ ഈ DYFI പ്രവർത്തകർ എന്നുള്ള നിലക്ക് ഈ വിദ്യാർത്ഥികൾക്ക് ഈ ഉന്നത വിജയം നേടി ഈ നീറ്റ് എഴുതി അതിൽ നല്ല റാങ്ക് വാങ്ങിയ, നല്ല മാർക്ക് കിട്ടിയ കുട്ടികളെ കാണാനും അവർക്കൊരു മൊമെൻറ്റോ കൊടുക്കാനൊക്കെ പോകും ഞങ്ങൾ. അങ്ങനെ പോയ സമയത്ത് 1-2 വീടുകളിൽ നിന്ന് പറഞ്ഞത്, വിദേശത്തുള്ള ജോലി ഉപേക്ഷിച്ച് കഴിഞ്ഞ 3 വർഷമായി ഈ കോഴിക്കോട് നഗരത്തിൽ താമസമാക്കിയവരുണ്ട്. ഈ കുട്ടിയുടെ പഠനത്തിന് വേണ്ടി, ആ കുട്ടിക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ, സമയത്ത് ഭക്ഷണം കൊടുക്കാൻ, അവൻ പഠിക്കുന്നുണ്ടോ നോക്കാൻ, വിളിച്ചുണർത്താൻ, അങ്ങനെ എത്ര പ്രയാസകരമായ സാഹചര്യത്തിലൂടെയാണ് ഓരോരുത്തരും കടന്നു പോകുന്നത്. പണമില്ലാത്ത കുട്ടികൾ, ട്യൂഷൻ സെൻ്ററുകളിൽ പോകാൻ പറ്റാത്ത കുട്ടികൾ, അവരൊക്കെ എത്ര പ്രയാസപ്പെട്ടിട്ടാണ് പഠിക്കുന്നത്. നമുക്കറിയാം പലരെയും. അവരുടെ കണ്ണീരിന് ഒരു വിലയുമില്ലേ? ഇത്ര ലാഘവത്തോടു കൂടി കേന്ദ്ര ഗവൺമെൻറ് ഇതിനെ നോക്കിക്കാണുന്നത് എങ്ങനെയാ? ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ആക്ഷേപം നിൽക്കുമ്പോൾ കോടതി പോലും കൗൺസിലിംഗ് നിർത്തിവെക്കാൻ പറയാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ കോടതിയിൽ നിന്ന് പോലും നീതി കിട്ടുമോ എന്ന് സംശയിക്കുന്ന ഈ സമയത്ത് ആർക്കാണ് ഇതിൻ്റെയൊക്കെ ഗുണം കിട്ടുന്നത്? പറഞ്ഞുറപ്പിച്ച കച്ചവടം പറഞ്ഞുറപ്പിച്ചവർക്ക് വീണ്ടും ഗുണം കിട്ടുകയല്ലേ? ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, ഈ ഗ്രേസ് മാർക്ക് കൊടുത്തതിൻ്റെ മാനദണ്ഡം എന്താണ് എന്ന് പോലും ഒരാൾക്കും അറിയില്ല. ഇതൊക്കെ സുതാര്യമാവേണ്ടേ? കോടിക്കണക്കിന് രൂപയാ വാങ്ങി വെച്ചത്. ഈ നീറ്റായാലും നെറ്റായാലും ഒരുമിച്ച് കണക്ക് കൂട്ടിയാൽ 500 കോടിയുടെ ഇടപാടാണ് നടന്നത് പരീക്ഷാ ഫീസിനത്തിൽ മാത്രം. അതിൻ്റെ ഒരു ഉത്തരവാദിത്തമെങ്കിലും ഇവർ കാണിക്കണ്ടേ? ചെറിയ പണമല്ലല്ലോ വാങ്ങി വെച്ചത്, വലിയ ഭീമമായ തുക വാങ്ങിയല്ലേ ഇവർ ഈ പരീക്ഷ നടത്തുന്നത്. നമ്മൾ കണ്ടതല്ലേ, ഓരോ പരീക്ഷാ കേന്ദ്രങ്ങളിലും കുട്ടികളെ ഇവർ നേരത്തെ ലിജീഷ് ഇവിടെ അത് സൂചിപ്പിച്ചു, പരിശോധിക്കുന്നത്, ശിരോവസ്ത്രം അയച്ചു മാറ്റുന്നത് ഉൾപ്പെടെയുള്ള വലിയ വിവാദങ്ങളും വലിയ ചർച്ചകളും, കുട്ടികളുടെ ഓരോ ഭാഗവും പരിശോധിക്കുന്നതും, അവരുടെ വസ്ത്രങ്ങൾ പരിശോധിക്കുന്നു, അവർക്ക് കൊടുക്കുന്ന ഒരു സ്ട്രെസ്സും ഒക്കെ നമ്മൾ കണ്ടതാ. അതൊക്കെ കാണുമ്പോൾ നമുക്ക് മറ്റൊരു തരത്തിൽ ജനങ്ങൾ വിശ്വസിക്കും ഇതൊരു സുതാര്യമായ പരീക്ഷയാണ് എന്ന്. എന്നാൽ ഇവർ ചില BJP നേതൃത്വത്തിന്റെ ഒത്താശയോടുകൂടി പലയിടങ്ങളിലും ഇരുന്ന് ഇത് കച്ചവടം ചെയ്യുകയായിരുന്നു. ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ഈ ചോദ്യ പേപ്പർ കച്ചവടം ചെയ്തു എന്നുള്ളതിന്റെ ആക്ഷേപമല്ലേ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാ ഈ BJPക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുക? ഈ കുട്ടികൾക്ക് എന്ത് നഷ്ടപരിഹാരമാണ് ഇവർക്ക് കൊടുക്കാൻ സാധിക്കുക? ഈ നെറ്റ് എക്സാം എഴുതാൻ പോയ കുട്ടികൾക്ക് അതേ ഫീസിൽ പരീക്ഷ നടത്താൻ സാധിക്കണം. അതോടൊപ്പം അവർക്ക് കോമ്പൻസേഷൻ കൂടി കൊടുക്കണം. അതോടൊപ്പം ഈ നീറ്റ് എഴുതിയ കുട്ടികൾക്കോ അവരാശ്വസിപ്പിക്കും? നേരത്തെ ജ്യോതികുമാർ സാർ പറഞ്ഞതുപോലെ 6 മാസം കഴിഞ്ഞാൽ നെറ്റ് എക്സാം എഴുതാൻ പറ്റും എന്നൊക്കെ പറയാം. എന്നാലും അതിന് ഒരുപാട് പ്രയാസമൊക്കെ ഉണ്ട്. ഈ നീറ്റ് എഴുതുന്ന കുട്ടികളോ, ഈ 23-24 ലക്ഷത്തോളം കുട്ടികളും അവരുടെ രക്ഷിതാക്കളും അനുഭവിച്ച പ്രയാസത്തിന് ആര് മറുപടി പറയും? സംവിധാനത്തെ